ഈ ദളിറ്റ്സിനും ആദിവാസിക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അവൻ ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലോട്ട് വരിക. ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരു കൃത്യമായിട്ടൊരു കാര്യം സൂചിപ്പിച്ചു. അതായത് നേരത്തെ, അതായത് 10, 25, 30 വർഷം മുമ്പ്, അതായത് ഗവൺമെൻറ്റിൻ്റെ വേക്കൻസികൾ വരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി വരുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വേക്കൻസി. അതിനകത്ത് റിസർവേഷനുണ്ട്. അതായത് SC ആൻഡ് ST ഉണ്ട്, OBC ഉണ്ട്, ബാക്ക്വേർഡ് ക്ലാസ് ഉണ്ട്. ഈ റിസർവേഷൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, അതിനകത്ത് 10% പോലും ആൾക്കാരെ കിട്ടത്തില്ലായിരുന്നു, ഇൻക്ലൂഡിങ് സിവിൽ സർവീസിൽ പോലും. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ? നേരെ U-ടേൺ അടിച്ചു. കാരണം ഇതിനകത്ത് ആൾക്കാരെ കിട്ടാൻ തുടങ്ങി. അപ്പം നേരത്തെ ആൾക്കാരെ കിട്ടാതിരുന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ജനറലിൽ നിന്ന് ആൾക്കാരെ എടുക്കും. ഇവർക്ക് ഈ പറയുന്ന അപ്പർ കാസ്റ്റിന് ജോലിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്ന് മൂന്നാമത്തെ മോദി മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒന്നാമത് അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കര ഷാർപ്പായിരുന്നു കൂടി. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഇല്ല എന്ന് പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് അല്ല, ഇല്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫോർവേഡ് കാസ്റ്റാണ്. അതായത് അപ്പർ കാസ്റ്റാണ് പറയുന്നത് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ബാക്ക്വേർഡ് ക്ലാസ്സിന് അവനും പഠിച്ചു, അവന് ജോലി കിട്ടാൻ തുടങ്ങി. കാരണം റിസർവേഷൻ തന്നെയാണ് മോഡ്. അതിൻ്റെ പേരിലാണ് ഭയം ബേസിക്. കാരണം അവന് ഇംഗ്ലീഷ് അറിയാം. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ, നോർത്ത് ഇന്ത്യയുടെയും വെസ്റ്റേൺ ഇന്ത്യയിലും തടയുക, ഇതൊരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. ഞാനൊരു കാര്യം പറയാം. അതായത് ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തി ഒരു 3-4 വർഷം മുമ്പ് അദ്ദേഹം ഒരു സെമിനാറിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വരികയാണെങ്കിൽ ഏകദേശം 10-15 വർഷം കൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യും. അതൊരു ബേസിക്കലി ഒരു ബോംബ് സ്ഫോടനം പോലാണ് ഈ സംഘപരിവാർ ഇത് കേട്ടത്. കാരണം അവർ അതായത് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് സിറ്റികളിൽ താമസിക്കുന്നവരും ഇവരൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ്. കാരണം അവർ വിദേശത്തും മറ്റും പ്രൈമറി ആയിട്ട് എല്ലായിടത്തും അവർ ഓക്കുപ്പൈഡാണ്. അവർക്കിനി ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജോലി പോകും, ഇവരുടെ ഡോമിനേഷൻ പോകും. ഇതോടുകൂടി ഇവന്മാർ തെരുവിലായി പോവും. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കാത്തലിക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യക്ക് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത പോലൊരു കോൺട്രിബ്യൂഷൻ ഒരു കമ്മ്യൂണിറ്റി ഒരാൾക്കാരും കൊടുത്തിന്. പ്രത്യേകിച്ച് മലയാളികൾ വളരെ അഗ്രഗണ്യരായിട്ടാണ് ഇത് ചെയ്തത്, പ്രത്യേകിച്ച് കാത്തലിക് സഭ.